നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം വരുന്ന വേളയിൽ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പി.വി. അൻവറിന്റെ യു.ഡി.എഫിലേക്കുള്ള വരവിന് നേരിയ സാധ്യത സൂചിപ്പിച്ചിരുന്നു. വാതിലടച്ചെങ്കിലും തുറക്കാൻ താക്കോലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അൻവർ യു.ഡി.എഫിന് ഒപ്പം നിൽക്കേണ്ടിയിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ഇപ്പോൾ ചർച്ചയാവുകയാണ്. അൻവർ വിഷയത്തിൽ ആ വാതിൽ ഞങ്ങൾ അടച്ചു എന്നാണ് സതീശൻ പറഞ്ഞത്. ഇപ്പോൾ ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നില്ലെന്നും വിലപേശലിന് മുന്നിൽ കീഴടങ്ങാനാകില്ലെന്നും സതീശൻ പ്രതികരിച്ചിരുന്നു. 20,000-ഓളം വോട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയ അൻവറിനെ അകറ്റുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് സതീശന്റെ പ്രതികരണം. അൻവർ വിഷയത്തിൽ ആ വാതിൽ അടയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. മുന്നണിയിലെ എല്ലാവരും ചേർന്ന് എടുത്ത തീരുമാനമാണിത്. ഞാൻ പുറത്തു പറഞ്ഞു എന്നു മാത്രം. പിന്നീട് യു.ഡി.എഫിൽ ചർച്ചകൾ നടന്നിട്ടില്ല. താൽക്കാലിക ലാഭത്തിനു വേണ്ടി വിലപേശൽ രാഷ്ട്രീയത്തിനു മുന്നിൽ വഴങ്ങാൻ സാധിക്കില്ലെന്നും അത് ചെയ്താൽ എപ്പോഴും വഴങ്ങേണ്ടി വരുമെന്നും വി.ഡി. സതീശൻ പറയുന്നുണ്ട്. ഞങ്ങൾ അൻവറിനെ ചവിട്ടി പുറത്താക്കിയതല്ല. എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, മറ്റൊരാളെ കൊണ്ട് എനിക്ക് മറുപടി പറയിക്കാമായിരുന്നു, ചെയ്തില്ല. അങ്ങനെ ചെയ്താൽ യു.ഡി.എഫ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന അവസ്ഥ വരും. ആരുടെ മുന്നിലും കീഴടങ്ങില്ല. യു.ഡി.എഫ് ഉണ്ടാക്കിയത് പ്രമുഖരായ നേതാക്കളാണ്. ലക്ഷക്കണക്കിന് പ്രവർത്തകരില്ലേ. അവരുടെ മാനം ആരുടെ കാലിലും അടിയറ വെക്കില്ലെന്നും നേതാവ് തുറന്നടിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് യു.ഡി.എഫ് വിപുലീകരിക്കുമെന്ന് വി.ഡി. സതീശൻ എടുത്തു പറഞ്ഞിരുന്നു. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയമാണ് ലക്ഷ്യം. 100 സീറ്റ് നേടി അധികാരത്തിലെത്തലാണ് ലക്ഷ്യം. ടീം യു.ഡി.എഫിന്റെ വിജയമാണ് നിലമ്പൂരിൽ കണ്ടത്. ഒരാൾക്ക് ഒന്നും സാധിക്കില്ല. എല്ലാവരും ചേർന്ന് പരിശ്രമിച്ചപ്പോഴാണ് വിജയം ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് അൻവറിനെ ഇനി കൂടെ ചേർക്കുമോ എന്ന കാര്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാണ്. ആരുടെ മുന്നിലും വാതിലടച്ചിട്ടില്ല. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ പരസ്യമായി വിമർശിക്കുകയാണ് അൻവർ ചെയ്തത്. വാതിലടച്ചാലും താക്കോലുണ്ടല്ലോ, ആവശ്യമുണ്ടെങ്കിൽ തുറക്കാമെന്നാണ് സണ്ണി ജോസഫിന്റെ വാദം. ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ പരസ്യമായി ചൂണ്ടിക്കാട്ടിയാണ് പി.വി. അൻവർ എൽ.ഡി.എഫ് വിട്ടതും എം.എൽ.എ പദവി രാജിവെച്ചതും. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. മറ്റു പല പാർട്ടികളിൽ നിന്നും നേതാക്കൾ അൻവറിനോടൊപ്പം ചേർന്നിരുന്നു. ചില പഞ്ചായത്തുകളിൽ എൽ.ഡി.എഫിന് ഭരണം നഷ്ടമാകാൻ അൻവറിന്റെ നീക്കങ്ങൾ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്.